ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ വർഷത്തെ നമ്മുടെ തുലാം മാസത്തിലെ ആയില്യത്തിന് തറവാട്ടിലെല്ലാവരും കൂടി നാഗപൂജയ്ക്ക് ഒത്തുകൂടിയതാണ് കേട്ടോ. അപ്പോൾ ഈ അഭിഷേകമൊക്കെ കഴിഞ്ഞ് ബാക്കി പൂജകൾക്കൊക്കെ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയമാണ്. അവിടെ ധൃതിയിൽ തന്നെ അപ്പവും പാൽപ്പായസവും ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ കൂടെയുള്ള സഹായി. അപ്പോൾ ഇപ്രാവശ്യം എന്നത്തെയും പോലെ ആളുകളുടെ എണ്ണം കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് പലർക്കും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ഇതൊരു ഓർമ്മ പോലെ തന്നെ എല്ലാ വർഷത്തെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതുകൂടി ഒന്ന് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. കാരണം എല്ലാവരെയും നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണാമല്ലോ വീണ്ടും, അതുകൊണ്ട്. അപ്പോൾ പൂജയുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്രാവശ്യം നമുക്ക് പൂജയ്ക്ക് കവുങ്ങിൻ്റെ പൂക്കള കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞളഭിഷേകമൊക്കെ കഴിഞ്ഞ് ആൻഡ് ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ പൂജയുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പായസം, അപ്പം അതേപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വീണ്ടും നേദിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെയിനായിട്ട് പഴം, ഇളനീര്, അതുപോലെ ശുദ്ധമായ പാല്, മഞ്ഞൾപ്പൊടി, അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു വട്ടത്തെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ബാക്കി നമ്മൾ നേരത്തെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് വീണ്ടും അത് വെച്ചിട്ടുള്ളൊരു നേദിക്കലാണ്. അപ്പോൾ അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ണിയപ്പവും പാൽപ്പായസവും 2 തരം പായസം ഉണ്ടാവാറുണ്ട്. ശർക്കര പായസവും പാൽപ്പായസവും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂജയ്ക്ക് കൂടിയ ആളുകളൊക്കെയാണത്. എല്ലാവരും പ്രാർത്ഥനാ നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കൂടെ തിരുമേനിയുടെ ഒപ്പം സഹായിയായിട്ട് വന്ന ആളാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാരണം അത് നമ്മൾ കുളിച്ച് ശുദ്ധമായി അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഇത് പൂജിക്കാൻ പറ്റുള്ളൂ. ഇത് അയ്യപ്പൻ്റെ സങ്കല്പത്തിൽ നമുക്കൊരു നാളികേരമേറുണ്ട്. ഇതിൻ്റെ ചടങ്ങെല്ലാം കഴിയുമ്പോൾ അതിനുവേണ്ടി റെഡിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാം അവിടെ ചടങ്ങ് മുറ പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കെല്ലാം പ്രസാദ വിതരണം കിട്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പൂജയ്ക്ക് വേണ്ടിയിട്ട് വന്ന ആളുകൾ ഒരുപാട് എണ്ണയും അതേപോലെ ചന്ദനത്തിരി, കർപ്പൂരം ഇതൊക്കെ കൊണ്ടുവരാറുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു പൂജയ്ക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം വാങ്ങി കൊണ്ടുപോകാറുണ്ടല്ലോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നാഗപൂജ ആയതുകൊണ്ട് ഈ നാഗക്കാവിൽ ഇത്രത്തോളം ചൂട് പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കാരണം ആ ചൂട് സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം പൂജയ്ക്ക് വേണ്ടത് മാത്രമായിട്ട് ചുരുക്കാം എന്നുള്ള ഒരു തീരുമാനങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും പൂജയുടെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാ നേദ്യങ്ങളും നേദിച്ച് കഴിഞ്ഞ് പുഷ്പാഞ്ജലിയും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത ആളുകൾക്കും അഭിഷേകങ്ങളും എല്ലാം കഴിഞ്ഞ് അതിനൊരു ഫൈനൽ സ്റ്റേജിൽ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ എന്തായാലും കിട്ടിയ കർപ്പൂരം വെറുതെ കളയണ്ടല്ലോ വിചാരിച്ച് എല്ലാ ഭാഗത്തും വെച്ച് ലാസ്റ്റ് ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇപ്പോൾ നമുക്കറിയാമല്ലോ കിട്ടുന്ന സാധനങ്ങൾ മൊത്തം കെമിക്കലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി അതെല്ലാം ഒഴിവാക്കാനുള്ള ഒരു ശ്രമത്തിലും കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് ടൈം മുതൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ പൂജകളുടെ അവസാന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആരതി ഒഴിയുന്ന ആ ഒരു സംഭവമാണ്. ഇനിയപ്പോൾ അതെല്ലാവരും ഒന്ന് സ്വീകരിച്ച് ഒന്ന് കർപ്പൂരം ഒഴിയുന്ന ഒരു ചടങ്ങാണ്. അതിന് ശേഷം നമ്മൾ തീർത്ഥം തെളിച്ച് പുഷ്പാഞ്ജലിക്ക് കൊടുത്ത പ്രസാദം എല്ലാം വാങ്ങി ദക്ഷിണ സമർപ്പിച്ച് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വർഷത്തെ ചടങ്ങ് കൂടി കഴിഞ്ഞു. അങ്ങനെ അവസാനിപ്പിച്ചു. ഒരു തേങ്ങ ഉടച്ചതോട് കൂടിയിട്ട് ആ ചടങ്ങും അവസാനിച്ച് കഴിഞ്ഞു. ഇനി തറവാട്ടിലുള്ള മൂത്ത ആളുകളാണ് സ്വാഭാവികമായിട്ട് ദക്ഷിണ കൊടുക്കുന്ന ഒരു ചടങ്ങാണത്. അപ്പോൾ ആദ്യം സഹായിക്കും, അതേപോലെ തന്നെ പിന്നെ മെയിനായിട്ടുള്ള പൂജാരിക്കും നമ്മൾ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങി അതേപോലെ തന്നെ പുഷ്പാഞ്ജലിയും കാര്യങ്ങളൊക്കെ കൊടുത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പ്രസാദം വാങ്ങി പ്രസാദം വീടുകളിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോവാണ് ചെയ്യാറുള്ളത്. കൊല്ലത്തിൽ ഒരിക്കലും മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പൂജ ഇവിടെ നമ്മൾ ചെയ്യുന്നത് തുലാമാസത്തിൽ ആയില്യത്തിന് മാത്രമാണ് കേട്ടോ. എല്ലാ വർഷവും ആ ഒരു സമയത്ത് മാത്രമാണ് ഇവിടെ പൂജ നടക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ നമ്മുടെ കഴിഞ്ഞു. ഇനി എല്ലാവരും പ്രസാദമൊക്കെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയി ഭാഗം വെപ്പൊക്കെ അവിടെയാണ് നടക്കാറുള്ളത്. കാരണം പൂജയ്ക്ക് വന്ന് നിന്ന ആളുകൾക്കും അതുപോലെ അടുത്തുള്ള ആളുകൾക്കൊക്കെ നമ്മൾ പ്രസാദ വിതരണമൊക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പൂജിച്ചെടുത്ത പ്രസാദങ്ങളാണ് വന്നവർ അവരവൻ്റെ വീടുകളിലേക്ക് കൊണ്ടുപോകുക. ചന്ദനവും പൂവും പ്രസാദവും മഞ്ഞൾപ്പൊടിയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആയിരിക്കും അതിലുണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ
അതൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ തിരികെ എത്തിച്ചതിന് ശേഷമാണ് നമുക്ക് വീട്ടിലെത്തിയിട്ട് ബാക്കി പാൽപ്പായസം അതേപോലെ തന്നെ അപ്പം ഈ വക സാധനങ്ങളൊക്കെ എല്ലാവർക്കും ഒന്ന് വീതം വെച്ച് കൊടുക്കുക. അപ്പോൾ അമ്മായി പഴയ പോലെ തന്നെ ആ ഒരു കാര്യം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വേണ്ട ആളുകളൊക്കെ പ്രസാദം എടുത്ത് കഴിക്കുന്നുണ്ട്. കുറേ പേർക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ അപ്പുറം ഇപ്പുറമുള്ള വീടുകളിലുള്ള ആളുകൾക്കൊക്കെ എല്ലാം പ്രസാദം കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ യാതൊരു മുടക്കങ്ങളും ഇല്ലാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വളരെ സന്തോഷമാണ്. ഓരോ വർഷത്തിൽ ഇത്തരത്തിലുള്ള പൂജകൾ വരുമ്പോൾ എല്ലാവരെയും ഒന്ന് കാണാനും ഒത്തുകൂടാനും ഒക്കെ ഉള്ളൊരു അവസരം തന്നെയാണ് നമുക്ക് എന്തായാലും ഇത്തരത്തിലുള്ള പൂജകൾ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. എല്ലാവരെയും കാണുമ്പോൾ എല്ലാവരുടെ വിശേഷങ്ങൾ അറിയാനും കുറച്ച് നേരം ഒരുമിച്ച് ഇരിക്കാനും അതിനൊക്കെ നമുക്ക് സാധിക്കും. വിഭവസമൃദ്ധമായി പൂജയ്ക്ക് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടല്ലോ, സാമ്പാർ ഉണ്ടോ, നമുക്ക് വെറൈറ്റി സംഭവങ്ങളല്ലേ. മേശയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് കിട്ടിയോടം തന്നെ എനിക്ക് ധാരാളം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് തകർത്ത് പൊളിക്കണെന്നൊക്കെ. അല്ല പിന്നെ ഇവിടെ പിന്നെ കഴിച്ച് സംതൃപ്തി അടഞ്ഞിട്ടിരിക്കുകയാണ്. ഓക്കെ, കഴിഞ്ഞ ശേഷമുള്ള കൊച്ചു വർത്താനവും പറഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾ എൻജോയ് ചെയ്യണം. ഈ ആൾക്കാര് അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.